മഹാലക്ഷ്മി സീരിയലിൻ്റെ എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ കണ്ണൻ്റെ കാൽവിരലുകൾ ചലിക്കുന്ന കാര്യം വ്യക്തമായിട്ട് നമ്മുടെ ദുർഗയും ഉണ്ണിയും കാണുന്നുണ്ട്. അത് മനസ്സിലാക്കിയ മഹാലക്ഷ്മി കണ്ണേട്ടനോട് പറയുന്നുണ്ട് കാൽവിരലുകൾ ചലിപ്പിക്കാതിരിക്കാൻ. അപ്പോഴേ കണ്ണന് മനസ്സിലാകുന്നുണ്ട് ദുർഗയും ഉണ്ണിയും തന്നെ നോക്കി നിൽക്കുന്നു എന്നുള്ള കാര്യം. അങ്ങനെ കാൽവിരലുകൾ ചലിപ്പിക്കുന്നത് നിർത്തി ആ സമയത്താണെങ്കിൽ അയ്യപ്പ ഭക്തി ഗാനങ്ങൾ കേൾക്കുന്ന സമയത്ത് നമ്മുടെ മാർക്കോയും ലോപ്പസും കൂടി കറുപ്പെടുത്ത് വരുന്നു മാല പൂജിച്ച് മാല അണിയാനായി. അപ്പം നമ്മുടെ കണ്ണൻ ചോദിക്കുന്നു, ഇത്രയും നേരം നിങ്ങൾ എവിടെയായിരുന്നു? ഞാൻ കുറേ നേരം കൊണ്ട് പ്രതീക്ഷിച്ചിരിക്കുമായിരുന്നല്ലോ. വരുന്ന വഴിക്ക് കുറച്ച് അമ്പലങ്ങളിലും കൂടി കയറി. അങ്ങനെ മാല കൊടുത്ത് പൂജിച്ച് കണ്ണനും മാർക്കോയും ലോപ്പസും ഒക്കെ അണിയുന്നു. അതിനു മുമ്പ് തന്നെ നമ്മുടെ ഉണ്ണി ദുർഗയോട് പറയുന്നു, എനിക്കിവിടെ ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കാൻ വയ്യ, ഞാൻ കരുണയെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് പോകുകയെന്ന് പറഞ്ഞ് യാത്ര പറഞ്ഞങ്ങ് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ പറയുന്നു. മുത്തശ്ശി വന്ന പാടെ ഉണ്ണിയോട് ചോദിക്കുന്നു, വീട്ടിലെന്തെങ്കിലും പ്രത്യേകിച്ച് വിശേഷം നടന്നോ മോനെ? അത് പറയാനാണോ വന്ന ഉണ്ണിക്കുട്ടാന്ന് ചോദിക്കുമ്പം ഉണ്ണി പറയുന്നുണ്ട്, അവിടെ ഒരാൾ മലയ്ക്ക് പോകാൻ മാലയിടുന്നുണ്ട്, അതിന് വേണ്ടിയിട്ടുള്ള ചടങ്ങുകളൊക്കെ അവിടെ നടക്കുന്നു. ആരാ മലയ്ക്ക് പോകുന്നത്? ദുർഗയാണോ? ദുർഗയ്ക്ക് പോകാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് അമ്മയല്ല കണ്ണേട്ടൻ, അതിനവന് മല ചവിട്ടാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്കറിയില്ല, അയാളുടെ ഓരോരോ ആഗ്രഹങ്ങൾ, അയാളുടെ ആഗ്രഹമൊന്നുമല്ല അവളുടെ ആഗ്രഹമാണ്. അവൾ ഭയങ്കര അയ്യപ്പ ഭക്തയല്ലേ, അപ്പോൾ അവളുടെ ആഗ്രഹം അവനിങ്ങോട്ട് നിറവേറ്റിക്കുന്നു എന്നേ ഉള്ളെന്ന് പ്രതാപനും പറയുന്നു. ഈ വൃശ്ചിക മാസത്തിലെ കാർത്തിക ദിവസം എന്തായാലും അയാൾക്കത്ര നല്ല ദിവസമൊന്നുമല്ല. മുത്തശ്ശിക്ക് അറിയില്ലേ, എൻ്റെ അച്ഛൻ പണ്ട് വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക ദിവസമാണ് അപകടത്തിൽപ്പെട്ട് മരിച്ചതെന്ന് പറയുമ്പം നമ്മുടെ പ്രതാപൻ വല്ലാതെ പേടിക്കുന്നുണ്ട്. അതേസമയം മുത്തശ്ശിക്ക് മനസ്സിലാകുന്നു പ്രതാപൻ്റെ മുഖം വാടിയ കാര്യം. അങ്ങനെ മുത്തശ്ശിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം നമ്മുടെ ഉണ്ണിയാണെങ്കിൽ കരുണയെ കാണാനായിട്ട് അകത്തേക്ക് കയറി ചെല്ലുന്നു. കുഞ്ഞ് നഷ്ടമായെന്ന് പറഞ്ഞ് കരുണയുടെ സ്വഭാവത്തിനൊന്നും വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. കുശുമ്പിനും അസൂയയ്ക്കും യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ലെന്ന് തന്നെ പറയാം. കുഞ്ഞ് നഷ്ടമായതിൻ്റെ വിഷമം അവളിൽ തീരാത്ത വിരോധമായി കണ്ണനോടും മഹാലക്ഷ്മിയോടും മാറുമ്പോൾ ഉണ്ണി വന്ന് ആ ഞെട്ടിക്കുന്ന സത്യം പറയുന്നു. അതായത് കണ്ണേട്ടൻ മല ചവിട്ടാൻ വേണ്ടി മാല ഇട്ടിട്ടുണ്ടെന്ന്. അപ്പം കരുണയാണെങ്കിൽ ഉറപ്പിച്ച് പറയുന്നു, അന്നൊരിക്കൽ ഞാനും നേരി കണ്ടിരുന്നു അയാളുടെ കാൽവിരലുകൾ ചലിക്കുന്ന കാര്യം. അയാൾക്ക് കാലിന് എന്തെങ്കിലും മാറ്റം സംഭവിച്ചിട്ടുണ്ടാകും ഉണ്ണിയേട്ടാ, അത് മറച്ചു വെക്കുന്നതായിരിക്കും നമ്മളിന്ന്. അയാളെ അങ്ങ് തീർത്തു തരാൻ വല്ല മാർഗമുണ്ടോ? ഉണ്ണിയേട്ടനെ കൊണ്ട് അത് സാധിക്കുമോ? അയാൾ ഭരിക്കുന്ന ആ വീട്ടിലേക്ക് വരാൻ പോലും എനിക്ക് മനസ്സില്ല. എനിക്കിങ്ങനെ വയ്യാതെ കിടന്ന സമയത്ത് പോലും അയാളോ അയാളുടെ ഭാര്യയോ ഒന്ന് കാണാൻ പോലും വന്നില്ല. അന്നേരം ഉണ്ണി പറയുന്നു, കാണാൻ വന്നിരുന്നാൽ പോലും മുത്തശ്ശിയും നിൻ്റെ അച്ഛനും ഒന്നും വെറുതെ വിടില്ലെന്നുള്ള കാര്യം വ്യക്തമായിട്ട് അറിയാവുന്നത് കൊണ്ടാണ് വരാഞ്ഞത്. അയാളെ തീർപ്പാക്കാൻ പല മാർഗങ്ങൾ നമ്മൾ ശ്രമിച്ചതല്ലേ മേഘേട്ടനും നിൻ്റെ അച്ഛനും. അമ്മാവനൊക്കെ എന്തോരം കാര്യങ്ങളാണ് ചെയ്തു കൂട്ടിയത്. ഒടുക്കം അതെല്ലാം നമ്മുടെ മണ്ടയിലേക്ക് തിരിച്ചടിയായി വന്നതല്ലാതെ ഒരു നേട്ടവും ഉണ്ടായിട്ടില്ല. നമ്മളൊക്കെ അയാളോടും അവരോടുമുള്ള കലി മനസ്സിൽ നിന്ന് മാറ്റി വെച്ചാൽ പോലും ഒരിക്കലും പക വിടാതെ പിന്തുടരും നമ്മുടെ മേഘേട്ടൻ. കാരണം മഞ്ജു അവരുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയതിന് ശേഷം കണ്ണനോടും മഹാലക്ഷ്മിയോടും തീരാത്ത പകയാണ് മേഘേട്ടനുള്ളത്. അതുകൊണ്ട് മേഘേട്ടൻ അവരെ സന്തോഷത്തോടെ ജീവിക്കാനൊന്നും സമ്മതിക്കത്തില്ല എന്ന് പറയുമ്പം കരുണ ആശ്വാസം കാണുന്നു. അതേസമയം ദുർഗാമ്മയാണെങ്കിൽ രഹസ്യമായിട്ട് കണ്ണനോട് പറയുന്നു, മാർക്കോയെ ലോപ്പസിനെ ഉദ്ദേശിച്ചാണ് അങ്ങനെ പറയുന്നത്. ഇവനെയൊക്കെ കൂട്ടിക്കൊണ്ടുപോയ അയ്യപ്പസ്വാമിയുടെ ദർശനം കിട്ടത്തില്ല. അത് കേട്ടതും കണ്ണൻ ആകെ കലിയാകുന്നു. ആർക്കും ഒരു ദ്രോഹം ചെയ്യാത്ത, മറ്റുള്ളവർക്ക് നന്മ മാത്രം വരണമെന്ന് ആഗ്രഹിക്കുന്ന ഇവരെ പോലുള്ളവരെ കൂട്ടിക്കൊണ്ടുപോയാൽ തീർച്ചയായിട്ടും സ്വാമിയുടെ ദർശനം കിട്ടും. അല്ലാതെ നിങ്ങളെപ്പോലുള്ളവരെ കൂടെ കൂട്ടിക്കൊണ്ടുപോയാലാ കിട്ടാത്തത് എന്ന് കുത്തുവാക്കുകൾ വെച്ച് മറുപടി കൊടുക്കുമ്പോൾ ദുർഗയ്ക്ക് ഒന്നും മിണ്ടാനാകാതെ ആകുന്നു. ഉണ്ണിക്കുട്ടൻ കരുണാലയത്തിൽ വന്ന് തന്നോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം തൻ്റെ ഉറ്റ സുഹൃത്തായ വാമദേവനോട് പറയാനായി പ്രതാപൻ ഓടി വരുന്നുണ്ട്. അന്നേരം വാമദേവനും മേഘനും സീമന്തിനിയും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അല്ല, ഇതാരാ പ്രതാപനോ? കയറി വാ എന്ന് സീമന്തിനി പറയുമ്പോൾ വാമേട്ടനെ കാണാൻ വന്നതാണെന്ന് പറഞ്ഞ് വാമദേവനെ കാണാനായിട്ട് കയറി ചെല്ലുന്നു. അന്നേരം മേഘനും കൂടെ വന്നിരിക്കുന്നുണ്ട്. നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നു. അതായത് കണ്ണൻ മല ചവിട്ടാനായിട്ട് മാലയിട്ട് കൂടെ ആ മാർക്കോയും ലോപ്പസും അനന്തും ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടത് എന്ന് പറയുമ്പം നമ്മുടെ വാമദേവൻ അമ്മാവൻ ഒരു കാര്യം തറപ്പിച്ച് പറയുന്നു. അങ്ങനെ അവൻ മല ചവിട്ടണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ കാലിന് എന്തെങ്കിലും സ്വാധീനം വന്നു കാണും, അല്ലാതെ ഒരിക്കലും അങ്ങനെ ഒരു തീരുമാനം എടുക്കില്ല. അതെനിക്കും ഇപ്പോൾ സംശയം തോന്നുന്നുണ്ട് വാമേട്ട എന്ന് പ്രതാപനും പറയുന്നു. അങ്ങനെ കണ്ണൻ്റെ മലകയറ്റം മുടക്കാനായിട്ട് പ്രതാപനും വാമദേവനും മേഘനും കൂടി ഒപ്പിക്കുന്ന പണി അവർക്ക് തന്നെ തിരിച്ചടിയായിട്ട് വരുമ്പോൾ വാമദേവനും സീമന്തിനിയും മേഘനും ഒക്കെ ആകെ ഷോക്കായി നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് പ്രൊമോ അവസാനിക്കുന്നത്. അപ്പോൾ കാത്തിരിക്കാൻ എപ്പിസോഡിനായിട്ട് എന്തൊക്കെയാണ് ഇനി സംഭവിക്കാൻ പോകുന്നതെന്നുള്ള
കാര്യം.